എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഷോർട്ട് ടൈം കോൾസ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷോർട്ട് ടൈം കോൾസ് എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്ന ഷെയറുകൾ, അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഞാൻ തരുന്ന റേഞ്ചിൽ വാങ്ങിക്കുക. അതിനുശേഷം അത് 10% ഡൗൺ പോവുകയാണെങ്കിൽ മാത്രമേ അതിൽ നമ്മൾ ആവറേജ് ചെയ്യാവൂ. നോർമൽ ഒരു 5 to 10% ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ് തരുന്നത്. പിന്നെ ആര് ഷെയർ ട്രേഡിങ്ങിന് വേണ്ടി എടുത്താലും അത് നിങ്ങൾ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ബ്ലൈൻഡായിട്ട് എടുക്കരുത്. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറിനോട് ചോദിക്കുക. എന്ന് പറഞ്ഞാൽ ഇത് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് അതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടേക്കുക, ജസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ വീഡിയോസിലൂടെ കൊടുത്തിട്ടുള്ള കോൾസിൻ്റെ ഡീറ്റെയിൽസാണ്, ഷോർട്ട് ടൈം കോൾസിൻ്റെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഇതിൽ വന്നിട്ട് 2 വീഡിയോ ഞാൻ ഷോർട്ട് ടൈം കോൾസ് എന്ന് പറഞ്ഞ് മാത്രം ചെയ്തു. അതിന് ശേഷം ബാക്കി ഷെയറുകൾ വന്നിട്ട് ഞാൻ ഡെയിലി ട്രേഡിങ് ഐഡിയാസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വീഡിയോസിൽ ലാസ്റ്റിലായിട്ട് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാണ് 3 ഷെയർ. അപ്പോൾ ഈ ആദ്യത്തെ ഈ 7-ാം തീയതി കൊടുത്തത് ഇത് ഷോർട്ട് ടൈം കോൾസായിട്ട് വീഡിയോ ആയിട്ട് ചെയ്തതാണ്. അതിൽ 5 ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 4/12 കൊടുത്തത് 2 ഷെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഷെയറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെയിലി ട്രേഡിങ് വീഡിയോസിൽ. അപ്പം ആ ഷെയർസിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ റെഫെക്സ് 533 റേഞ്ചിലാണ് കൊടുത്തത്. അതിനുശേഷം അത് 753 വരെ പോയി. ഒരു ഷെയറിൽ 220 രൂപ വെച്ച് പ്രോഫിറ്റ് 41% കാണിക്കുന്നുണ്ട് പ്രോഫിറ്റ്. അതിൻ്റെ ഹൈ അടിച്ചത് ഇന്നലെയാണ് ഇതിൻ്റെ ഹൈ ഇത്രയും വരെ വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഷെയർ അതുപോലെ നോക്കിയാൽ മതി. ഇപ്പോൾ സിർമ എന്ന് പറയുന്ന ഷെയർ 526 കൊടുത്തു. അതിനുശേഷം 705 ഹൈ പോയി. അത് 19/12/2023 ഈ ഹൈ അടിച്ചേക്കുന്നത്. അയൺ എക്സ്ചേഞ്ച് 532 കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 634.75, അത് 20/12 അതിൻ്റെ ഹൈ. മോൾടെക്ക് 266 റേഞ്ചിൽ കൊടുത്തിരുന്നു. 266 എനിക്ക് തോന്നുന്നു. അതിനുശേഷം അത് 250 വരെ എങ്ങാണ്ട് വന്നായിരുന്നു തോന്നുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഷെയറിനകത്ത് നോർമൽ നമ്മളിപ്പോൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനകത്ത് അടുത്തൊരു എൻട്രി എടുക്കുന്നതെന്ന് പറയുന്നത് 10% ഡൗൺ ആയെങ്കിൽ മാത്രമേ ആവറേജ് ചെയ്യാവൂ. അതല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കുക. നോർമൽ നമുക്കൊരു 5 to 10% ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള ഷെയറുകളാണ് തരുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ ഈ തരുന്ന ഷെയറുകളെല്ലാം ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഒന്ന് നിൽക്കുന്ന ടൈമിലായിരിക്കും. അതിൻ്റെ ആ ഒരു 2-3 ദിവസം മൂവ്മെൻറ്റൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ തരുന്നത്. അപ്പോൾ 10% കുറയുകയാണെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക, അത് രണ്ടാമത്തെ എൻട്രി ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടേക്കുക. പിന്നെ അതുപോലെ ഈ ഷെയറുകൾ, ഞാൻ തരുന്ന ഷെയറുകൾ മാക്സിമം ഒരു 2 മാസത്തേന് അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മതി. അതിനുള്ളിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അതല്ല എങ്കിൽ 2 മാസം കഴിയുന്ന ദിവസം ക്ലോസ് ചെയ്ത് കളയുക. ഇതിനകത്ത് നോർമൽ എല്ലാ ഷെയറിനകത്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇതാണ് പെർസെൻറ്റേജ് വൈസ്. ഇത് പെർ ഷെയറിൽ എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ റീസെൻ്റായിട്ട് 8/1/2024 കൊടുത്താണ്. എസ്കോട്ട് 2804 കൊടുത്താണ്. അതിനുശേഷം അത് 3007 വരെ വന്നു. 8-ാം തീയതി കൊടുത്തു, 20-ാം തീയതി ഹൈ അടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സഫാരി എന്ന് പറയുന്ന ഷെയർ 3900 കൊടുത്തു. ഇത് ബോണസ് ഇഷ്യൂ വന്നത് 2222 1:1 ബോണസ് കൊടുത്തപ്പോൾ ഇതിൻ്റെ ഹൈ 4444 കാണിച്ചിട്ടുണ്ടായിരുന്നു. വേൾപൂള് ഇതെല്ലാം അധികം സമയം എടുത്തിട്ടില്ല. ഇത് നോക്കി, കോൾ കൊടുത്ത ദിവസം ഇതാണ്, അതിൻ്റെ ഹൈ അടിച്ചേക്കുന്ന ദിവസങ്ങൾ ഇതാണ്. അപ്പോൾ അധികം സമയം എടുത്തിട്ടില്ല. ചില ഷെയറുകൾ മാത്രമേ ഉള്ളൂ. ഒത്തിരി എന്ന് പറഞ്ഞാൽ 1 മാസം, എന്തായാലും 1 മാസം കൊണ്ട് പ്രോഫിറ്റ് നമുക്ക് എന്തായാലും കിട്ടും. പക്ഷേ പ്രോഫിറ്റ് ഒരു നല്ല രീതിയിൽ പ്രോഫിറ്റ് ചിലപ്പോൾ ഇച്ചിരി ടൈം എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ഒരു 2 മന്ത് വരെ പറയുന്നത്. ഇത്രയും ഷെയറുകളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കണം. ഇപ്പം മാർക്കറ്റിൽ നല്ല സെല്ലിംഗ് ഉണ്ട്, മാർക്കറ്റ് ഇടയ്ക്ക് ഡൗണിൽ വരുന്നുണ്ട്.
ഈ ഡൗണിൽ വന്നിട്ട് പോലും നമ്മുടെ ഈ പറഞ്ഞ ഷെയറിനകത്ത് ഒരെണ്ണം പോലും ഇപ്പോഴും ഞാൻ പറഞ്ഞ റേഞ്ച് വന്നിട്ടില്ല. ഞാൻ ബൈ റേഞ്ച് പറഞ്ഞിട്ടുള്ള റേഞ്ചിന് താഴെ പോയിട്ടില്ല. വേൾപൂൾ എനിക്ക് തോന്നുന്നു ഇപ്പം 1320 ആ റേഞ്ചിലെങ്ങാനുണ്ട്. ആ ഹൈ അടിച്ചതിന് ശേഷം ഇപ്പോഴത്തെ റീസെൻറ്റ് പൂളിൽ ആ റേഞ്ച് വന്ന് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഒരു 5-6 ഷെയർ ഇപ്പം ഇവിടുത്തെ കണ്ടീഷൻ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം കുറച്ച് അപ്പിൽ വരാൻ ചാൻസ് ഉള്ള ഷെയറുകളുണ്ട്. അപ്പോൾ ആ ഷെയറുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഏഷ്യൻ പെയിൻറ്റ് എന്ന് പറയുന്ന ഷെയറാണ്. ഏഷ്യൻ പെയിൻറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ടത് ഒരു റിസൾട്ട് വന്നിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ്. അത് ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2000 നോക്കിക്കേ, 2949 ഈ റേഞ്ച് വന്നിട്ടുണ്ട്. 2949 റേഞ്ചിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഈ റേഞ്ചിൽ ചാൻസ് എടുക്കാം. ഞാൻ ഏത് ഷെയർ പറഞ്ഞാലും ഞാൻ ഇപ്പോൾ പറയുന്ന ആ റേഞ്ചിൽ ചാൻസ് എടുക്കാം. പിന്നെ കുറച്ച് ഞാനത് താഴോട്ട് ഇറങ്ങാൻ കുറച്ചുകൂടെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആ റേഞ്ചോട് ജസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. ആ റേഞ്ച് വരുവാണെങ്കിൽ എടുക്കുന്നവർക്ക് ആ റേഞ്ച് വെയിറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇപ്പോൾ എടുക്കേണ്ടവർക്ക് ഇപ്പോൾ എടുക്കാം. ഏഷ്യൻ പെയിൻറ്റ് ഇപ്പോഴത്തെ ഈ റേഞ്ചിൽ ബൈ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ 2900 2850 റേഞ്ച് വരുവാണെങ്കിൽ ആ റേഞ്ചിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ റേഞ്ചിൽ എടുത്തതിന് ശേഷം പിന്നീട് ഒരു 10% പോവുകയാണെങ്കിൽ മാത്രമേ അത് ആവറേജ് ചെയ്യൂ. അതല്ലെങ്കിൽ നമുക്ക് നോർമൽ പ്രോഫിറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഏഷ്യൻ പെയിൻ്റാണ് ഒരു ഷെയർ. ഏഷ്യൻ പെയിൻ്റ് റീസെൻ്റ് ഹൈ വന്നിട്ടുള്ള ഇതാണ് 3415. അത് വന്നേക്കുന്നത് 28 ഡിസംബർ 23-നാണ് അത് വന്നേക്കുന്നത്. അതിന് മുന്നിൽ അതിൻ്റെ ഒരു ഹൈ അടിച്ചിട്ടുള്ളത് ജൂലൈയിലാണ്. ജൂലൈയിൽ 23,561 സംതിങ് വന്നിട്ടുണ്ട്. ആ റേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് കയറുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് ബ്രേക്ക് ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന് മുന്നിൽ ഒരു ഹൈ റേഞ്ച് വന്നിട്ട് അതിവിടെ വന്നിട്ട് ബൗൺസ് ആയിട്ടുണ്ട്. അപ്പോൾ ആ റേഞ്ചിലാണ് ഇപ്പോൾ ഈ ഷെയർ വരുന്നത്. അപ്പോൾ ഈ റേഞ്ചിൽ വാങ്ങിയപ്പോൾ ഈ ലൈൻ ഞാൻ വരച്ചിട്ടേക്കുന്ന ഈ റേഞ്ച് വരുമ്പോൾ 2900 റേഞ്ചിലോട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പെട്ടെന്നൊരു മൂവ്മെൻറ്റ്. പക്ഷേ അവിടെ നിൽക്കത്തില്ല, അത് തിരിച്ച് കയറി ക്ലോസിങ് ഹൈയിലായിരിക്കും അവിടെ വന്നാൽ തന്നെ വരുന്നത്. അപ്പം ഈ ഷെയർ ഈ റേഞ്ച് ശ്രദ്ധിക്കുക. 2949 ക്ലോസിങ് ഈ റേഞ്ച് വേണമെങ്കിലും എടുക്കാം. അതല്ലെങ്കിൽ താഴെ 2900 റേഞ്ച് വന്നാലും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്തൊരു ഷെയർ IEX എന്ന് പറയുന്നത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് നോക്കിക്കേ, ഒരു റീസെൻ്റ് ഒരു ഹൈ അടിച്ചേക്കുന്നത് 173 ജനുവരി 1-ന് വന്നത്. അതിനുശേഷം കണ്ടിന്യൂസ് ഫോളാണ്. ഇവിടെ ഒരു ചെറിയൊരു ഇവിടെ വന്നിട്ട് ചെറിയൊരു ഹൈ അടിച്ചതിന് ശേഷം പിന്നെ കണ്ടിന്യൂസ് ഫോളാണ്. ഇതെന്തോ ബാഡ് ന്യൂസ് വന്നതിൻ്റെ ഒരു എഫക്റ്റാണിത്. അതിനുശേഷം ഈ റേഞ്ച് വന്നതിന് ശേഷം ഇവിടെ കണ്ടില്ലേ, ഇവിടുന്ന് അധികം ഇറങ്ങുന്നില്ല. എത്ര 1 2 3 4 5 ദിവസത്തോളം ട്രേഡായിട്ടും ആ ലോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ലോ ഏകദേശം സെയിം തന്നെ. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ടുണ്ട് ഈസിയായിട്ട്. ഇവിടെ ഈ ലെവൽസ് നോക്കി ഇത് കണ്ടില്ലേ, ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ടുണ്ട്. ഈ ലെവലിൽ നിന്ന് കട്ട് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഈ ലെവലിലോട്ട് വരാം, 125 ലെവലിലോട്ട് വരാം. പക്ഷേങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസ് വരും ഷെയറിനകത്ത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഇപ്പോൾ ഈ 135-70 അല്ലേ, 135-70 ഒക്കെ ഈ റേഞ്ചിൽ എടുത്താലും ഏകദേശം 150-160 റേഞ്ചിലോട്ട് ഈ ഷെയർ പോകും. ഈ റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്, 160 റേഞ്ച്. അപ്പോൾ ഈ രണ്ടാമത്തെ ഷെയർ നമ്മുടെ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്. അതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഇത് നമുക്ക് സിമ്പിൾ, ഒരു ഹെവി ഡൗൺ ട്രെൻഡ് വന്നു കഴിഞ്ഞില്ലേ, ഇത് എന്നാണ് ജനുവരി 1-ന് ശേഷം കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡാണ് ഈ ഷെയറിന്. അത് ഇടയ്ക്കൊരു ബൗൺസ് വന്നെങ്കിലും കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡാണ്. പിന്നെ അത് ഇവിടെ നമുക്ക് നോക്കാം, 1 2 3 ദിവസം അടുപ്പിച്ച് ഈ ലോ അടിച്ചതിന് ശേഷം നിന്നു. അതിനുശേഷം അത് കയറിപ്പോയി കുറച്ച്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ലോ അടിച്ചു, അതിനുശേഷം കഴിഞ്ഞ ദിവസം ആ ലോ വീണ്ടും വന്നു. പക്ഷെങ്കിൽ തിരിച്ച് കയറി
കുറച്ച് ഹൈയിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഈ ലോയുടെ താഴോട്ട് ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് എടുക്കാം. അതിനുശേഷം മൂന്നാമത്തെ ഷെയർ ഏഞ്ചൽ 1 എന്ന് പറയും. ഇത് റിസൾട്ട് വന്ന് താഴെ പോയ ഷെയറാണ്. ഇപ്പോൾ റീസെൻറ്റ് ഹെവി മൂവ്മെൻ്റ് ആയതുകൊണ്ട് ഈ ഷെയറിനകത്തൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ട്രേഡ് എടുക്കാം. ഒരു നല്ല ഹെവി അപ് ട്രെൻഡ് വന്നതിന് ശേഷമാണ് ഈ ഷെയർ കുറച്ച് ഇറങ്ങിയേക്കുന്നത്. എന്നാലും ഇത് കണ്ടില്ല, ഈ റേഞ്ചിൽ ഒരു സപ്പോർട്ടുള്ള ഷെയറാണ്. അപ്പോൾ ആ റേഞ്ച് അത് വന്നിട്ടുണ്ട്. 2921, 2880 റേഞ്ചിൽ ഈ ഷെയറും ചാൻസ് എടുക്കാം. എൻ്റെ ഒരു കണക്കൂട്ടലിൽ ഈ ഒരു റേഞ്ചിലോട്ട് തിരിച്ച് കവറിങ് വരാം. 3385 ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു 3200 റേഞ്ചെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മാർക്കറ്റ് വലിയ മാർക്കറ്റ് നമുക്ക് ഒത്തിരി ഹെവി ഡൗൺ ട്രെൻഡ് വരാതിരുന്നാൽ മതി. ഹെവി ഡൗൺ ട്രെൻഡ് വന്നാൽ ചിലപ്പോൾ ഈ ഷെയറുകളൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കും. 2-3% ചിലപ്പോൾ നമ്മൾ പറയുന്ന റേഞ്ചിൽ നിന്ന് ഇറങ്ങി നിൽക്കും. ഇതിപ്പോൾ 2921 വേണമെങ്കിലും എൻട്രി എടുക്കാം, 2930 വേണമെങ്കിലും എടുക്കാം. കുറച്ച് 2880 വരെ ചാൻസ് എടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു 10% താഴെ പോവാണെങ്കിൽ മാത്രം ചെയ്യുക. 10% എന്ന് പറഞ്ഞാൽ മാക്സിമം അത് പോകാറില്ല. പക്ഷേ എങ്കിൽ പോയാൽ ആ സമയത്ത് ആവറേജ് ചെയ്ത് നല്ല രീതിയിൽ തിരിച്ച് കയറി വരാൻ ചാൻസ് കൂടുതൽ. ഓൾറെഡി ഇത് കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഹൈ റേഞ്ചിൽ നിന്ന് ഏകദേശം 900 രൂപ ഇറങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ ഇപ്പോൾ ഒരു ചാൻസ് അതിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നത്. പക്ഷേ കണ്ടിന്യൂസ് ലോ അടിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ലോവർ ലോ ആണ് ക്ലോസിങ് വരുന്നതും. പക്ഷേ എങ്കിൽ ഏകദേശം അടുത്തടുത്താണ്, ഒത്തിരി ഗ്യാപ്പ് വരുന്നില്ല. അത് നോക്കുക. പിന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ അത് കാണിക്കുന്നുണ്ട്. ഈ റേഞ്ച് ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു സപ്പോർട്ട് ലെവലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് ഒരു ബൗൺസ് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു ദിവസം ഉണ്ടായി 100-150 രൂപ കയറി കിട്ടും. അപ്പം ഏഞ്ചൽ 1 നമ്മൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളെല്ലാവരും ഈ ഇടയിൽ മാർക്കറ്റിൽ ഹെവി ഫോൾ കണ്ട ഷെയറാണ് സി എൻ്റർടൈൻമെൻറ്റ് കണ്ടില്ലേ, ഈ ഒരു റേഞ്ചിൽ അത് കണ്ടിന്യൂസ് റിജക്ഷനാണ് ആ ഷെയർ. 292 റേഞ്ചും അതിൽ ന്യൂസിൻ്റെ ബേസിലുള്ള മൂവ്മെൻറ്റാണ്, ഹെവി മൂവ്മെൻറ്റാണ്. ഇപ്പം റീസെൻ്റ്ലി വന്ന ന്യൂസിൻ്റെ ഒരു ഇതിൽ നല്ല ഹെവി ആയിട്ട് താഴെ പോയി. പക്ഷെങ്കിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിരുന്നു ഈ ഒരു ലെവൽ. ആ സപ്പോർട്ട് ലെവലും ബ്രേക്കായി അതിൻ്റെ അടുത്തൊരു ലെവലിലോട്ട് വന്നിട്ടുണ്ട്. അടുത്ത ലെവൽ നമ്മളിത് സപ്പോർട്ടായിട്ട് എടുക്കാൻ കാരണം ആ ഹെവി ഫോൾ വന്നിട്ട് അന്നത്തെ ലോ അടിച്ചതിന് ശേഷം പിന്നീട് ആ ലോ വന്നിട്ടില്ല. അതിനുശേഷം 2 ദിവസത്തെ ട്രേഡിങ്ങിലും അത് ഹൈയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലോ ഇനിയും വരാൻ ചാൻസ് കുറവാണ്. ഒരു തൽക്കാലത്തേന് ഫ്യൂച്ചറിൽ ചിലപ്പോൾ വന്നെന്നിരിക്കാം. പക്ഷേ എങ്കിൽ തൽക്കാലം ഇവിടുന്ന് ഒരു ബൗൺസ് വന്നിട്ട് ഒരു 175-176 റേഞ്ചിലൊരു ഫസ്റ്റ് ടാർഗറ്റ്. അതിനുശേഷം ഇതിന് മുകളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ 200 റേഞ്ചിലോട്ട് പോകാൻ ചാൻസ് കൂടുതലുള്ള ഷെയറാണ്. ഈ ബാഡ് ന്യൂസുകളൊക്കെ വന്നു പോയിരിക്കും. അതിനിടയിൽ നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ബൈ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും ഈ ഷെയർ വാച്ച് ചെയ്യുക. സി എൻ്റർടൈൻമെൻറ്റ് ഒരു വ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള മുത്തൂറ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഷെയർ. ഈ ഷെയർ മുത്തൂറ്റ് ക്യാപിറ്റൽ അതും റീസെൻ്റ്ലി ഒരു 400 റേഞ്ച് എന്നാണ്. അതൊരു ഇപ്പോൾ ഒരു 332 റേഞ്ചിൽ ആ റേഞ്ചിൽ ഇപ്പോൾ ഉണ്ട്. ഈ റേഞ്ചിൽ എൻ്റെ ഒരു കാൽക്കുലേഷൻ ബൈ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെ ഇതൊരു സപ്പോർട്ട് ലെവലാണിത്. സപ്പോർട്ട് ലെവലിൻ്റെ താഴെ 1-2 ദിവസം ചിലപ്പോൾ നിന്ന് നിൽക്കും, പിന്നെ തിരിച്ച് കയറി വരും. അത് കഴിഞ്ഞ് ഈ ലെവലാണ് ഒരു സപ്പോർട്ട് ലെവൽ വന്നെങ്കിൽ. അപ്പോൾ ഒന്നുകിൽ ഈ റേഞ്ചിൽ എടുക്കാം, അതല്ലെങ്കിൽ ഈ 300-305 റേഞ്ച് വരുമ്പോൾ എടുക്കാം. ഈ 300 ഇപ്പോഴത്തെ ഇതുണ്ടല്ലേ ക്ലോസിങ് 332 തൊട്ട് 300 റേഞ്ച് വരെ നമുക്ക് ചാൻസ് എടുക്കാം. അതിൽ ആ റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെച്ചുകൊണ്ടിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ അതിനുശേഷം ചെയ്യേണ്ടത് 10% താഴെ 300ൻ്റെ 10% എത്രയാണ് 30 പോയത്. അപ്പോൾ 270 വരികയാണെങ്കിൽ മാത്രമേ പിന്നീട് അതിനകത്ത് ട്രേഡ് എടുക്കാവൂ. അങ്ങനെ വിട്ടേക്കും. നോർമലി ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് തരും, പേടിക്കേണ്ട കാര്യമില്ല. ഈ റേഞ്ചിൽ നിന്ന് എൻ്റെ ഒരു കണക്കൂട്ടി ഇവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് 370-72 റേഞ്ചിലോട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. 370. അതിന് കാരണം
നേരത്തെ അതേ സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിക്കൊണ്ടിരുന്ന ഷെയറാണ്. ഈ റേഞ്ച് ഉണ്ടല്ലോ, ഇവിടെ സപ്പോർട്ട് എടുത്ത് കയറുന്നു, ഇവിടെ സപ്പോർട്ട്, വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി, വീണ്ടും ആ സപ്പോർട്ട് ഒന്ന് മുകളിലോട്ട് പോയി, ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി, വീണ്ടും സപ്പോർട്ട് എടുത്ത് വീണ്ടും കയറി. പക്ഷേ ഈ പ്രാവശ്യം ബ്രേക്കായി. അപ്പോൾ ഈ താഴേന്നൊരു ബൗൺസ് വന്നാൽ ഇത് ഈ റേഞ്ച് വന്നിട്ട് ചിലപ്പോൾ കുറച്ചിറങ്ങി, പിന്നെ കുറേ ആ റേഞ്ച് ട്രേഡ് എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ബ്രേക്കായി മുകളിലോട്ട് പോകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഷെയർ ഏഷ്യൻ പെയിൻറ്റ്, IEX, പിന്നെ ഏതായിരുന്നു ഏഞ്ചൽ വണ്ണ്, പിന്നെ സീൽ എൻ്റർടൈൻമെൻറ്റ്, അതിനുശേഷം മുത്തൂറ്റ് ക്യാപിറ്റൽ, പിന്നീട് ഒരു ഡെനോര എന്ന് പറഞ്ഞൊരു ഷെയർ, ഡെനോര ഇപ്പം 1363 റേഞ്ചുണ്ട്. ഈ 1363 റേഞ്ചിൽ നിന്ന് ഇത് കണ്ടില്ലേ, ഈ ഒരു റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അതൊരു ഹെവി ഫോൾ വരുവാണെങ്കിൽ ചിലപ്പോൾ ഈ റേഞ്ചിലോട്ട് വരും. എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ജസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. ഈ 1150-68 റേഞ്ച് വരുവാണെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഈ റേഞ്ച് വരുവാണെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ, ഇപ്പം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസത്തിനുള്ളിലൊക്കെ ഈ റേഞ്ചിലോട്ട് വന്നാലേ എടുക്കാം. അതല്ല ഇവിടെ എടുത്താൽ ഈ 1360 ഇപ്പോഴത്തെ ഈ റേഞ്ചിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു 50-100 റേഞ്ച് പ്രോഫിറ്റ് കിട്ടുമ്പം നമ്മൾ ബുക്ക് ചെയ്ത് മാറുന്ന ഷെയർ. ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ ഈ റേഞ്ച് കണ്ടില്ലേ, 1530 ആ റേഞ്ചിലോട്ടൊക്കെ ചിലപ്പോൾ പ്രാവശ്യം കയറി വരും. അങ്ങനെ ഈ റേഞ്ചിൽ എടുക്കാം, കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഞാനീ പറഞ്ഞ പോലെ 50-100 റേഞ്ച് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്ത് മാറുക. അതല്ല എങ്കിൽ ഒരു റിസ്ക് ഇല്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ലെവലെന്ന് പറയുന്നത് ഈ 1150 റേഞ്ചാണ്. 1150 റേഞ്ച് വന്നിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലൊരു ബൗൺസ് 100-200 രൂപ പോയിൻ്റ് കിട്ടും. ഇവിടെ എടുക്കുന്നവരെ 50-100 രൂപ പ്രതീക്ഷിച്ചാൽ മതി. ചിലപ്പോൾ അതിൽ കൂടുതൽ കയറി പോകും. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ 50-100 രൂപ പ്രതീക്ഷിച്ചാൽ മതി. ഡെനോര, അതിനുശേഷം ടാറ്റ LXC എന്ന് പറയുന്നത് നല്ല വലിയ ഷെയറാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും, ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും. ടാറ്റ LXC ഇപ്പോഴത്തെ ക്ലോസ് 7667. ഈ റേഞ്ചിൽ നിന്ന് എൻ്റെ ഒരു കണക്ക് ഒരു 7500 അല്ലെ 7400 റേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് ഈ ഷെയർ. ഇതല്ലേ, ഈ റേഞ്ചിലോട്ട് അത് വരാം. ഈ 7442, 7400 റേഞ്ചിലോട്ട് വരാം ഇപ്പോഴത്തെ കണ്ടീഷൻ. അത് അതിൻ്റെ വൺ സൈഡ് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, വൺ സൈഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡ് വന്നുകൊണ്ട്. അപ്പോൾ ഈ റേഞ്ച് വരാം. ഈ 7400-450 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ചാൻസ് എടുക്കുക ടാറ്റ LXCയിൽ. അപ്പോൾ എത്ര ഷെയറായി? 1, 2, 3, 4, 5, 6, 7 ഷെയറായി. ഇനിയും വന്നിട്ട് HDFC ബാങ്കിനെ പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. അത് നോർമൽ ഏത് റേഞ്ചിലും ബൈ ചെയ്യും. ഇപ്പോഴത്തെ നല്ല റേഞ്ചാണ് ബൈ ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ട് അത് പറയുന്നില്ല. അതിനുശേഷം തത്വചിന്തൻ ഫാർമ എന്ന് പറയുന്നൊരു ഷെയറുണ്ട്. തത്വചിന്തൻ ഫാർമ ഇപ്പോഴത്തെ റേറ്റ് 1365 എന്നല്ലേ. ഈ റേഞ്ച് 1365 ഇവിടെ കിടക്കും. പക്ഷേ എങ്കിൽ ഇതെനിക്ക് തോന്നുന്നത് ഒരു 1300 റേഞ്ചിലൊക്കെ, 1300 റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരാഴ്ച ആ റേഞ്ചിലോട്ട് കിട്ടിയെങ്കിൽ ഓക്കെ ബൈ. 1300-310 റേഞ്ചിൽ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക.
ഈ റേഞ്ചിൽ എടുക്കരുത്. 1300-310 റേഞ്ചിൽ കിട്ടുവാണെങ്കിൽ ഒരു പ്രാവശ്യം എൻട്രി ചെയ്യുക. അപ്പോൾ ഇത്രയും ഷെയറുകളാണ് ഇപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് ഞാൻ പറയുന്നത്, ചാൻസ് ഉള്ള ഷെയറുകൾ എൻ്റെ ഒരു വ്യൂ വെച്ചിട്ട്. ഞാൻ പറഞ്ഞ റേഞ്ചുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇപ്പോൾ ഏത് ഷെയറിനകത്ത് എൻട്രി എടുക്കണമെങ്കിലും ഇപ്പം നമുക്ക് ഓരോ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് കാണുമല്ലോ, അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഷെയർ, അവരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ഷെയർ പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ അതിൽ പോയി പെട്ടെന്ന് പോയി എൻട്രി എടുക്കരുത്. നിങ്ങളുടെ റിസ്ക് വെച്ചിട്ട് നിങ്ങൾ എടുക്കുക. പ്രോഫിറ്റ് വന്നാലും ലോസ് വന്നാലും നിങ്ങൾക്കാണ്. നമുക്കതിനകത്തൊരു യാതൊരു ഉത്തരവാദിത്വം ഇല്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ളൊരു വ്യൂ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എൻട്രി എടുക്കുക, ഇല്ലാത്തവർ വിട്ടേക്കുക, ജസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഷോർട്ട് ടൈം കോൾസിന് ഞാൻ പറഞ്ഞിട്ടുള്ള ഷെയറുകൾ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട്. പിന്നെ മാർക്കറ്റിൻ്റെ ട്രെൻഡൂടെ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ട്രെൻഡ് ഹെവി ഡൗണിൽ പോവുകയാണെങ്കിൽ ഈ ഷെയറുകളൊക്കെ കുറച്ച് ഡൗൺ ആകും. അഥവാ ഫ്ലാറ്റ് മാർക്കറ്റ് ആണെങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഫ്ലാറ്റ് മാർക്കറ്റോ അതോ അപ്പ് ട്രെൻഡിലുള്ള മാർക്കറ്റോ ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് വരും. അതല്ല ഹെവി ഡൗൺ ട്രെൻഡിൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ച് ലോസ് വരും. പക്ഷേ എന്നാലും നമുക്ക് വെച്ചിരുന്നാലും നമുക്ക് 2 മാസത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ റേറ്റിലെങ്കിലും വിറ്റ് പോകും. അങ്ങനെ പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ പേടിക്കേണ്ട കാര്യം വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.